ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. വറുത്തരച്ച സാമ്പാർ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. എല്ലാവർക്കും സാമ്പാർ ഉണ്ടാക്കാൻ അറിയാം, എങ്കിലും ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അരക്കപ്പ് പരിപ്പ് കുക്കറിലിട്ട് നന്നായി കഴുകി ആവശ്യത്തിന് വെള്ളം ചേർക്കുക. വേവ് കൂടുതലുള്ള പച്ചക്കറികൾ ഞാൻ പരിപ്പിലിട്ട് തന്നെയാണ് വേവിക്കുന്നത്. ഉരുളക്കിഴങ്ങ്, ബീട്രൂട്ട്, ക്യാരറ്റ്, വെള്ളരിക്ക ഇവ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് കുക്കറിലിട്ട് വേവിക്കുന്നു. ഇനി അരപ്പിനാവശ്യമായ കൂട്ട് തയ്യാറാക്കാം. ആദ്യം ചീനച്ചട്ടി ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ച് 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ പരിപ്പ്, ഉഴുന്നുപരിപ്പുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം. ഞാൻ ചേർത്തില്ല, തീ കുറച്ച് വേണേ ചെയ്യാൻ. അതിലേക്ക് കറിവേപ്പില ചേർക്കുക. എരിവിനാവശ്യമായ വറ്റൽമുളക് ചേർക്കുക. ഇതിലേക്ക് കൊച്ചുള്ളി ഉണ്ടെങ്കിൽ കൊച്ചുള്ളി ചേർക്കാം, ഇല്ലെങ്കിൽ സവാളയും ചേർത്താൽ മതി. 2 അല്ലി വെളുത്തുള്ളി, മല്ലിക്കൂടി ചേർക്കുക. അതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കുക. മല്ലി പാകമാകുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് ചിരകി വെച്ച തേങ്ങ കൂടി ചേർക്കുക. തേങ്ങ പാകമാകുമ്പോൾ അതിലേക്ക് സാമ്പാർ പൊടി കൂടി ചേർക്കുക. നന്നായി ഇളക്കുക. അങ്ങനെ തേങ്ങ പാകമായി. അതിലേക്ക് കുറച്ച് പുളി ചേർക്കുക. കുക്കർ ഒരു വിസിൽ വന്നു. അത് നമ്മൾ തീ ഓഫാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ അരപ്പ് കൂട്ട് തയ്യാറായി. മിക്സർ ജാറിലിട്ടു. ഇതിൽ ബാക്കിയുള്ള പച്ചക്കറി കൂടി ചേർക്കുക. അരപ്പ് തയ്യാറായി. ഇനി നമുക്ക് വേവിച്ച് വെച്ച പച്ചക്കറിയിലേക്ക് കൂട്ടുക. അങ്ങനെ സാമ്പാർ തിളക്കുകയാണ്. അതിലേക്ക് മല്ലിയില ചേർക്കുക. ഇനി നമ്മൾ വറുക്കാൻ ആവശ്യമായ കടുക് പൊട്ടിച്ച് ഇടുക. അങ്ങനെ സാമ്പാർ തയ്യാറായി. ഇന്ന് ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.